ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ചസ് അക്കാഡമി. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC 2024 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ 138ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പ്രാവശ്യം ഹൃദയം മിടിക്കുന്നതിന് ആവശ്യമായ സമയം എത്രയാണ്? ഒരു പ്രാവശ്യം ഹൃദയം മിടിക്കുന്നതിന് ആവശ്യമായ സമയം എത്രയാണ്? ആൻസർ ഓപ്ഷൻ 2 0.8 സെക്കൻഡ്. ആൻസർ ഓപ്ഷൻ 2 0.8 സെക്കൻഡ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? ആൻസർ ഓപ്ഷൻ 3 കുരുമുളക്. കുരുമുളകിനെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 3, ഒരേ തരം തന്മാത്രകൾക്കിടയിലുള്ള ബലമാണ്. ഒരേ തരം തന്മാത്രകൾക്കിടയിലുള്ള ബലം അറിയപ്പെടുന്ന പേര്? ആൻസർ ഓപ്ഷൻ 1 കൊഹീഷൻ ബലം. ആൻസർ ഓപ്ഷൻ 1 കൊഹീഷൻ ബലം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഏതിൻ്റെ അയിരാണ് പെൻലാൻഡൈറ്റ്? ഏതിൻ്റെ അയിരാണ് പെൻലാൻഡൈറ്റ്? ആൻസർ ഓപ്ഷൻ 4 നിക്കൽ. ആൻസർ ഓപ്ഷൻ 4 നിക്കൽ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 7 ഡേ ഫീവർ എന്നറിയപ്പെടുന്നത്? 7 ഡേ ഫീവർ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ 2 ലെപ്റ്റോസ്പൈറോസിസ്. ആൻസർ ഓപ്ഷൻ 2 ലെപ്റ്റോസ്പൈറോസിസ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ 3 230 വോൾട്ട്. ആൻസർ ഓപ്ഷൻ 3 230 വോൾട്ട്. സെവൻത്ത് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്കൃഷ്ട ലോഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്കൃഷ്ട ലോഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ചെമ്പ്. ആൻസർ ഓപ്ഷൻ 1 ചെമ്പ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവന്ന ജ്വാല ലഭിക്കുന്നതിന് കരിമരുന്ന് പ്രയോഗത്തിൽ ഉപയോഗിക്കുന്ന മൂലകം? ചുവന്ന ജ്വാല ലഭിക്കുന്നതിന് കരിമരുന്ന് പ്രയോഗത്തിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 സ്ട്രോൺഷ്യം. ആൻസർ ഓപ്ഷൻ 4 സ്ട്രോൺഷ്യം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഡൗൺ സിൻഡ്രോമിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഡൗൺ സിൻഡ്രോമിൻ്റെ മറ്റൊരു പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ 2 മംഗോളിസം. ആൻസർ ഓപ്ഷൻ 2 മംഗോളിസം. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. 11, കൊതുക് മൂലം പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത്? കൊതുക് മൂലം പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 പന്നിപ്പനി. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ജപ്പാൻ ജ്വരം എന്നിവ കൊതുക് മൂലം പകരുന്ന രോഗങ്ങളാണ്. 12, ആവർത്തന പട്ടികയിൽ ഏത് പീരിയഡിൽ ആണ് ഓക്സിജന്റെ സ്ഥാനം? ആവർത്തന പട്ടികയിൽ ഏത് പീരിയഡിലാണ് ഓക്സിജന്റെ സ്ഥാനം ഉള്ളത്? ആൻസർ ഓപ്ഷൻ 4 രണ്ടാം പീരിയഡ്. ആൻസർ ഓപ്ഷൻ 4 രണ്ടാം പീരിയഡ്. 13, വജ്രം മിനുക്കി മേന്മ കൂട്ടാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? വജ്രം മിനുക്കി മേന്മ കൂട്ടാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 വജ്രം. ആൻസർ ഓപ്ഷൻ 2 വജ്രം. 14, മലേറിയയ്ക്ക് കാരണമായ ജീവി? മലേറിയയ്ക്ക് കാരണമായ ജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 പ്ലാസ്മോഡിയം.
മലേറിയയ്ക്ക് കാരണമായ ജീവി പ്ലാസ്മോഡിയം. 15 സൂപ്പർ ഹാലോജൻ എന്നറിയപ്പെടുന്ന മൂലകം. സൂപ്പർ ഹാലോജൻ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ഫ്ലൂറിൻ. സൂപ്പർ ഹാലോജൻ എന്നറിയപ്പെടുന്നത് ഫ്ലൂറിനാണ്. 16 ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഏതാണ്? ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ഹൈഡ്രജൻ. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകമാണ് ഹൈഡ്രജൻ. 17 അണുപ്രസരണം അളക്കുന്ന ഉപകരണമാണ്. അണുപ്രസരണം അളക്കുന്ന ഉപകരണമാണ്. ആൻസർ ഓപ്ഷൻ 2 ഗീഗർ കൗണ്ടർ. അണുപ്രസരണം അളക്കുന്ന ഉപകരണമാണ് ഗീഗർ കൗണ്ടർ. 18 മലബാറിനും തിരുകൊച്ചിക്കും പ്രത്യേക കോൺഗ്രസ് കമ്മിറ്റികൾക്ക് രൂപം നൽകിക്കൊണ്ട് KPCC വിഭജിക്കപ്പെട്ട വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 1952. ആൻസർ ഓപ്ഷൻ 3 1952. 19 ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ 1 ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ആൻസർ ഓപ്ഷൻ 1 ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. പഞ്ചപാണ്ഡവരുടെ പുനരവതാരം എന്ന് അനുയായികൾ വിശ്വസിക്കുന്ന 5 ശിഷ്യന്മാർ ഉണ്ടായിരുന്നത് ഏത് നവോത്ഥാന നായകനാണ്? ആൻസർ ഓപ്ഷൻ 4 വൈകുണ്ഠസ്വാമി. ആൻസർ ഓപ്ഷൻ 4 വൈകുണ്ഠസ്വാമി. 21 ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല. ആരുടേതാണ് ഈ വാക്കുകൾ? ആൻസർ ഓപ്ഷൻ 2 രവീന്ദ്രനാഥ ടാഗോർ. ആൻസർ ഓപ്ഷൻ 2 രവീന്ദ്രനാഥ ടാഗോർ. 22 മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായ രാമചന്ദ്രവിലാസം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 അഴകത്ത് പത്മനാഭക്കുറുപ്പ്. ആൻസർ ഓപ്ഷൻ 3 അഴകത്ത് പത്മനാഭക്കുറുപ്പ്. 23 കേന്ദ്ര സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം. കേന്ദ്ര സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം. ആൻസർ ഓപ്ഷൻ 1 1954. ആൻസർ ഓപ്ഷൻ 1 1954. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് കാലഘട്ടത്തിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മാനവശേഷി വികസന മന്ത്രാലയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? ആൻസർ ഓപ്ഷൻ 4 1985 to 2020. 1985 to 2020. 1947 മൗണ്ട് ബാറ്റൺ പ്രഭു വൈസ്രോയിയായിരിക്കെ ഡിഫോംസ് കമ്മീഷണറായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ 2 VP മേനോൻ. ആൻസർ ഓപ്ഷൻ 2 VP മേനോൻ. 26 ഐക്യരാഷ്ട്ര സംഘടന വിദ്യാർത്ഥി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ആരുടെ ജന്മദിനമാണ്? ആൻസർ ഓപ്ഷൻ 3 ഡോക്ടർ APJ അബ്ദുൽ കലാം. ആൻസർ ഓപ്ഷൻ 3 ഡോക്ടർ APJ അബ്ദുൽ കലാം. 27 അമിത ഭാരമില്ലാത്ത പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് 1993 ഏത് വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെയാണ്? ആൻസർ ഓപ്ഷൻ 1 യശ്പാൽ കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ 1 യശ്പാൽ കമ്മിറ്റി. 28 സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ആൻസർ ഓപ്ഷൻ 4 ജവഹർലാൽ നെഹ്റു. ആൻസർ ഓപ്ഷൻ 4 ജവഹർലാൽ നെഹ്റു. 29 എന്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ഭഗത് സിംഗും BK ദത്തും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 1929 ഏപ്രിൽ 8 ബോംബെറിഞ്ഞത്?
ആൻസർ ഓപ്ഷൻ 2 പബ്ലിക് സേഫ്റ്റി ബിൽ പാസ്സാക്കുന്നതിന് എതിരെ പ്രതിഷേധിക്കാൻ. 30 ഏത് വൈസ്രോയിയുടെ കാലത്താണ് ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ടത്? ഏത് വൈസ്രോയിയുടെ കാലത്താണ് ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ടത്? ആൻസർ ഓപ്ഷൻ 3 ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ. ആൻസർ ഓപ്ഷൻ 3 ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ. 31 ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ 1 നന്ദലാൽ ബോസ്. ആൻസർ ഓപ്ഷൻ 1 നന്ദലാൽ ബോസ്. 32 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപവത്കരിക്കാനാണ് ശുപാർശ ചെയ്തത്? ആൻസർ ഓപ്ഷൻ 4 16 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ആൻസർ ഓപ്ഷൻ 4 16 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളും. 33 കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഏതാണ്? കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ഉരുൾപൊട്ടൽ. ആൻസർ ഓപ്ഷൻ 2 ഉരുൾപൊട്ടൽ. 34 ഗണപതി ശാസ്ത്രികൾ തിരുവിതാംകൂറിൽ പത്മനാഭപുരത്തിനടുത്ത് മുഞ്ചിറയുള്ള മണലിക്കര മഠത്തിൽ നിന്ന് ഭാസൻ സംസ്കൃതത്തിൽ രചിച്ച 11 നാടകങ്ങൾ ഒരുമിച്ച് പകർത്തിവെച്ച അപൂർവ താളിയോല ഗ്രന്ഥം കണ്ടെത്തിയത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ 2 1909. 35 ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ. ആൻസർ ഓപ്ഷൻ 3 ജില്ലാ കളക്ടർ. ആൻസർ ഓപ്ഷൻ 3 ജില്ലാ കളക്ടർ. 36 കേരളത്തിലെ കന്യാകാട് കുന്നുകളുടെ അടിവാരത്ത് നിന്ന് നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട മഴു കണ്ടെത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ 1 ഫിലിപ്പ് ലേക്ക്. ആൻസർ ഓപ്ഷൻ 1 ഫിലിപ്പ് ലേക്ക്. 37 അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നി ഏതാണ്? അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നി ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 തയാലിൻ. ആൻസർ ഓപ്ഷൻ 4 തയാലിൻ. 38 വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ 2 KM വാസുദേവൻ നമ്പൂതിരി. ആൻസർ ഓപ്ഷൻ 2 KM വാസുദേവൻ നമ്പൂതിരി. 39 ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന TT രാമകൃഷ്ണന്റെ നോവൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ആൽഫ. ആൻസർ ഓപ്ഷൻ 2 ആൽഫ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 40 റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ജർമ്മനി. ആൻസർ ഓപ്ഷൻ 2 ജർമ്മനി. താങ്ക് യു.